വിവിധ ഭാഗങ്ങളിൽ നിന്നും ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ ഇൽമ കരസ്ഥമാക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹ്. ഇന്നത്തെ ചൈനല്ല, പാമ്പിനെ തിന്ന ചൈനല്ലേ, പട്ടിനെ തിന്ന ആ ചൈന, മനുഷ്യനെ പോലെ തിന്നിരുന്നു. അന്നത്തെ ചൈന ഹിമാലയം സാനുക്കൾ കടന്ന് ഒരു മനുഷ്യൻ പോലും പോകാൻ പഠിച്ചിരുന്ന ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്മാർ ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു ചൈന. ആ ചൈന ലോകത്തിൽ ഇരുണ്ട ദേശമായിരുന്നു ചൈന. എന്നിട്ട് റസൂലുള്ളാഹി അവിടെയാണ് ഇൽമുള്ളതെങ്കിൽ അവിടെ പോയിട്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണേ എന്ന്, പഠിച്ചു വരണേ എന്ന് ഹബീബ് റസൂലുള്ളാഹ്. മൂക്കിന്റെ മുമ്പിൽ ഉണ്ടായിട്ട് നമുക്ക് പഠിക്കാൻ സമയമില്ല. സ്ഥാപനം കൊണ്ട് സ്ഥാപനം അന്നൊക്കെ സഹാബാക്കൾ പോയതറിയില്ല. എത്ര സഹാബികൾ നാട് വിട്ടുപോയി, എത്ര അതിനുശേഷമുള്ള ആളുകൾ ഇൽമ കരസ്ഥമാക്കാൻ വേണ്ടി, വിജ്ഞാനം പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അത് കരസ്ഥമാക്കാൻ വേണ്ടി പോയി. അങ്ങനെ